ഇത് കണ്ട ഞങ്ങളുടെ വീട് ഫുൾ കാട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. കണ്ട, ഒരു മെഷീൻ വെച്ച് പുല്ല് കട്ട് ചെയ്യുകയാണ്. നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. അവിടെ ഒരു ചേച്ചി വന്ന് ഇത്രയും ദിവസം ഇവിടെ കാട് പിടിച്ചു വന്നിട്ട് അവർ വന്നില്ല. എന്നിട്ട് ഇന്ന് ആ ചേച്ചി വന്ന് പുല്ല് കത്താൻ തുടങ്ങി. ഇത് കണ്ടോ? ആ മിഷ്യൻ വെച്ചാണ് പുല്ലിങ്ങനെ ചുറ്റി പോകുന്നത്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെയല്ല, ഇങ്ങനെ ഒരു മെഷീനാണ്. മണ്ണെണ്ണ ഒഴിച്ചിട്ട് അത് വർക്ക് ചെയ്യണം. അതിങ്ങനെ ബ്ലേഡ് പോലെ ഇങ്ങനെ ചെത്തി പോവുക. എന്ത് പെട്ടെന്നാണ് നോക്കിയാൽ അതിങ്ങനെ വലിയ വലിയ ചെടികൾ പോലും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയാണ് അവർ മുറിക്കുന്നത്. നല്ല രസമുണ്ട് ഏതായാലും കാണാൻ. പക്ഷേ അങ്ങയുടെ പാട് അങ്ങോട്ടാണ്. ഇത് കണ്ടോ, ഇതാണ് ഫാഷൻ ഫ്രൂട്ട്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ മരമാണ് ഇത്. മരമല്ല, ചെടി. അത് ഇതിൽ വളർന്ന് നിൽക്കണ്ട ധാരാളം ഉണ്ട്. ഇതിൽ ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പം ഇതുണ്ടോ, ഇത് പഴുത്തെന്ന് വന്ന് നോക്കട്ടെ. ഇതിൻ്റെ ഇടയിലൊക്കെ കിടപ്പിട്ട് അയ്യോ ഒരു കൈ കൊണ്ട് നോക്കത് കണ്ട. ഇതൊരെണ്ണം. പിന്നെ ദേ ഇവിടെയുണ്ട് ഇത്. പിന്നെ അതാ ഇത് കണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ. ഇത് കാട് വെട്ടി തെളിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിലാണ്. ഇതുണ്ട്, ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെയുണ്ട്, പഴുത്തതും പഴുക്കാത്തതും. പക്ഷേ എനിക്ക് എടുക്കാൻ പേടിയാണ്. കാരണം ഇത് കാട്ടിൻ്റെ ഇടയിലായിരുന്നുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ വെട്ടി തെളിച്ചിട്ട് ഇവിടെയൊക്കെ ഇനി ചെയ്യാൻ ബാക്കിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ എന്തുമാത്രം ഫാഷൻ ഫ്രൂട്ട് ഉണ്ടെന്ന്. കുറച്ചേതായാലും ഞാൻ കൂട്ടിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ കഴിക്കാൻ പേടിയാണ്, കാട്ടിനിടയിലായതുകൊണ്ട്. ഇത് താനെ ഉണ്ടായിട്ടാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇത് കണ്ട, ഈ രണ്ടെണ്ണം ഞാനിപ്പോൾ പറിച്ചെടുത്തായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഇത്രയും ഉണ്ട്. ഇത് നല്ലോണം പഴുത്തതാണ്. നോക്കാം നമുക്കിത് ഏതായാലും. ഇതൊക്കെ അതാ ഇങ്ങനെ ഇരിക്കും. ഫാഷൻ ഫ്രൂട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ബിളുകളാന്നിങ്ങനെ ചൂസ് ചെയ്യുക. ഇത് നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്കിത് 3 നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് നല്ല വിറ്റാമിൻ ഉള്ളതാണെന്നാണ് പറയുന്നത്. ഇത് മുഴുവനുണ്ട്. മൂത്തോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇതെങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയേക്കാം. നമുക്ക് അവിടെ ഫാഷൻ ഫ്രൂട്ട് കിടക്കണ്ട കേട്ടോ. ഇത് ഈ ചെടിയെല്ലാം ഈ കാടെല്ലാം വെട്ടി തെളിച്ചപ്പം അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന കുറേ തേങ്ങകൾ കിട്ടി. പിന്നെ ഫാഷൻ ഫ്രൂട്ട്. അപ്പോൾ അങ്ങേര് പറഞ്ഞത് ഫാഷൻ ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ കീരിയും അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ടും ഇനി തീർന്നിട്ടില്ല, ഇനിയുണ്ട് വെട്ടാൻ അങ്ങോട്ടേക്ക് ബാക്കിയാണ്. അപ്പോൾ എന്താ ഇത് കണ്ടോ, എല്ലാം കൂടെ പറിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇതിൽ എത്ര മൂത്തു എത്ര ഇതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടമാനമുണ്ട് ഇത്. ഞാനത് കുറേ പറിച്ചെടുത്തു. പിന്നെ കുറേ ചെടികളുടെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ താഴ്ത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൽ നിന്ന് 2-3 എടുത്തോടെ ഞാൻ അതിൽ നിന്ന് ഡയറക്റ്റ് പറിച്ചു. അപ്പം ഒരു വിശ്വാസം മുകളിലല്ലേ, അപ്പോൾ കീരിയൊന്നും അതിൽ ചാടി കയറിയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏതായാലും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇത് ഫാഷൻ ഫ്രൂട്ട്. നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. ഇതിനകത്ത് എന്തുണ്ടെന്ന് ഒന്ന് നോക്കട്ടെ. പഴുത്തോ ചെത്തി നോക്കാം. അയ്യോ, എന്താ ഇത്തിരി മുറിയാനകത്ത് തൊലിക്ക് കട്ടി കൂടെ മുറിക്കണം. അതാ ഇത് പഴുത്തതാണ് സംഗതി. ഇത് വേണ്ട, ഇങ്ങനെയാണ് അതിരിക്കുക. വെളിച്ചത്തിൽ കാണിക്കാമല്ലോ. അതായത് വേണ്ട, ഇത് നല്ല പഴുത്തതാണ്. ഇത് നല്ല പുളിയോ ചെറിയൊരു മധുരം, അത് രണ്ടും കൂടി ഉണ്ട്. ഇത് നമ്മൾ സ്പൂണിൽ ഇങ്ങനെ കോരിത്തരണം.
പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇട്ട് കഴിക്കാം. അപ്പം മറ്റേതൊന്നും പഴുത്തിട്ടില്ല, ഇത് നന്നായിട്ട് പഴുത്തു. അതായത് ഇങ്ങനെ ഒരു കളറ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പഴുത്തു എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കിയിട്ട് പുളിയാണോ ഉപ്പാണോ. മധുരം പോരാത്തവർക്ക് പഞ്ചസാര ഇട്ട് കഴിക്കാം. നോക്കത് പുളിയാണോ? അപ്പോൾ ഇതിന് പുളിയാണ്, അപ്പോൾ പഞ്ചസാര ഇട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് ഫാഷൻ ഫ്രൂട്ട് നല്ലതാണ്, കാൽസ്യവും എല്ലാം ഉണ്ടാവും അതിനകത്ത്. അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാ, പക്ഷേ നല്ല ടേസ്റ്റ് ആണെന്നറിയാം. അപ്പം കണ്ടമാനമുണ്ട്, അതൊക്കെ ആര് കഴിക്കുന്നറിയില്ല. എനിക്കാകെ ഒരെണ്ണം മതി. അപ്പോൾ കൂട്ടുകാരെ കമൻറ്റ് ഇടാൻ മറക്കരുത് ആരുടെയൊക്കെ വീടുകളിൽ ഇതുണ്ട്. ഇത് കാട്ടിനുള്ളിൽ അങ്ങനെ തന്നെ വളർന്നതാണ് കേട്ടോ. ഒറിജിനൽ തന്നെയാണ് പാഷൻ ഫ്രൂട്ട്. കാട് വെട്ടി തെളിച്ച് കഴിഞ്ഞിട്ടാ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അവിടേക്കെല്ലാം ഇങ്ങനെ കാടുകൾ എല്ലാം വെട്ടി തെളിച്ച് ഭയങ്കര കാടായിരുന്നു. അപ്പോൾ ഇതിവിടം വരെ എത്തി. ഇതിൻ്റെ പുറവശത്തും ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്.